ഹലോ ഗായ്സ്, 2-3 ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ABC കേക്സിലാണ് നിൽക്കുന്നത്. അവരുടെ തമ്പാനൂരുള്ള ഔട്ട്ലെറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ 21-ാം തീയതി എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 22 എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആക്ച്വലി 23 ആണ് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ. ബട്ട് ബൈ മിസ്റ്റേക്ക് ഓളുടെ ഈ ഒരു ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ്, ലീഗലി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിലെല്ലാം 22 ആണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റുന്നത് വരെ നമ്മൾ 23ക്ക് പകരം 22 ആണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി കിട്ടിയാലും ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു 22 തന്നെ ആഘോഷിക്കാനാണ്. കാരണം നമ്മൾ അത്രയും നാളും 22 ആണ് ആഘോഷിച്ചത്. സോ 22 തന്നെ ആഘോഷിക്കാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് ആദ്യം വന്നത്, 21-ന്. അപ്പോൾ ഇതാണ് ബ്രദറിന് വാങ്ങിച്ച കേക്ക്. ABCയിലുള്ള ബൈ 1 ഗെറ്റ് 1 ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ബ്രദറിന് ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും സിസ്റ്ററിന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമാണ് വാങ്ങിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ 1 ഗെറ്റ് 1 ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേക്കിന്. വലിയ ക്വാളിറ്റി ഞാൻ കൊടുക്കുന്നില്ല. ഒരു 5 സ്റ്റാറിലൊരു 2.5 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാറൊക്കെ കൊടുക്കാമെന്നുള്ള ഒരു അത്യാവശ്യം നമുക്കൊരു ചെറിയ ഇതുപോലെ വീട്ടിലുള്ള ഫങ്ഷനൊക്കെ നമുക്ക് സ്റ്റാർ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കേക്ക് അത്രയേ ഉള്ളൂ. ആൻഡ് 5 സ്റ്റാറിന് കൊടുക്കാൻ പറ്റിയ അത്രയ്ക്ക് ടേസ്റ്റി ഒന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ചേട്ടൻ എല്ലാ പ്രാവശ്യവും ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മയച്ഛനും ഗിഫ്റ്റ് കൊടുത്ത് ലച്ചു ആ മുട്ടായി കൊണ്ട് പോകുന്നുണ്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല, നമ്മൾ രണ്ടുപേരും അല്ല അമ്മയച്ഛനും കൊടുക്കുന്ന കണ്ടിട്ടാണ് ഓള് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ചേച്ചിയുടെ ബർത്ത്ഡേക്ക് കൊടുക്കാനും ഞാനൊരു ഫാൻസി ഐറ്റം, ഒരു സ്ലൈഡ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞിൻ്റെ കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനങ്ങനെ ചെയ്ത് കൊടുത്തു. ചേച്ചിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ചേച്ചിയാണെങ്കിൽ സർപ്രൈസ് ആയിട്ട് കേൾക്കുകയായിരുന്നു. കാരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാനിങ്ങനെ ചെയ്യുന്ന ചേച്ചി വിചാരിച്ചില്ല. എനിക്കും അങ്ങനെ ഇരുന്നപ്പോൾ ചെയ്ത് കൊടുത്താലോ എന്ന് തോന്നി ചെയ്തതാണ്. പിന്നെ ലച്ചൂട്ടി കൊടുക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ക്യൂട്ടാണ്. കണ്ടില്ലേ, കുഞ്ഞിക്കത് പറയാൻ അറിയത്തില്ല, എന്നാലും ഓളെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ 21-ാം തീയതി ചെയ്യേണ്ട ബർത്ത്ഡേക്ക് നമ്മളിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ പാടിയല്ലോ, അത് കേട്ടിട്ടായിരിക്കാം. പിന്നെ ഞാൻ ഈ ഒരു അവളുടെ കൈ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്തില്ലേ പേപ്പറിൽ, അപ്പോൾ ഞാനും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊക്കെ കേട്ടിട്ടായിരിക്കാം ഓള് പറഞ്ഞത്. പിന്നെ ചേച്ചിയുടെ ഫസ്റ്റ് ബേബി എന്ന് പറയുന്ന പൊന്നുപൂച്ചയാണ്. പൊന്നുപൂച്ചയും മോളാണ്, കൊച്ചുമക്കളാണ് ആ ബാക്കി കുഞ്ഞു പൂച്ചകൾ. അപ്പോൾ ഓർക്കൊക്കെ ഇങ്ങനെ കേക്കൊക്കെ ചേച്ചി കൊണ്ടുകൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേ ഗേളിന് മുഖത്ത് ക്രീം തേച്ചില്ലെങ്കിൽ എന്താ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഫിനിഷ് ആവുന്ന രീതി വരത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനും അമ്മയൊക്കെ കുറച്ച് ക്രീം ചേച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ നേരം കൊണ്ട് ഞാനിത് പറയണം, ബട്ട് ഫൈനലി ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ എൻഡിങ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചേച്ചി വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എൻഡിങ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒത്തിരി 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 സന്തോഷം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. യുവേഴ്സ് ലവിങ്ലി, ബൈ, ചൂസ്, ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്.